കുറച്ച് മഷ്റൂം കിട്ടി കേട്ടോ. ടേസ്റ്റുള്ള വിധത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എങ്ങനെയാണെന്നൊന്ന് നോക്കാമേ. മഷ്റൂം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കടുക് വറുത്തതിന് ശേഷം ഒരു തുണ്ട് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് നിറയെ വെളുത്തുള്ളി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ട് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ച് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് ഒരു 2 തക്കാളി മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും കൂടി ഇട്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ അല്പം എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അത് തവിയുടെ മൂട് കൊണ്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ അത് നല്ല ഗ്രേവിക്കൊരു കൊഴുപ്പ് കിട്ടും, അതിന് വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മഷ്റൂം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഗ്രീൻ പീസ് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അല്പം നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. 5 മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് വെന്ത് വന്നോളും. അതിനുശേഷം ഒരു 1/4 മുറി തേങ്ങയുടെ പാലെടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കയ്യിലുണ്ടെങ്കിൽ ഫ്ലാക്സീഡ് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഫ്ലാക്സീഡ് ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും. വളരെയേറെ ഗുണങ്ങളുള്ള ഒരു സീഡാണ് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സീഡാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് ഇറക്കി വെക്കുക. നല്ല സൂപ്പറായിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള മഷ്റൂം ഗ്രേവി റെഡിയാണ്. ചപ്പാത്തിയിലൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോണേ.